ലോകരാജ്യങ്ങൾക്കുമേൽ അമിത ഇറക്കുമതി നികുതി അടിച്ചേൽപ്പിച്ച് അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയെ രക്ഷിക്കാൻ നോക്കിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സ്വന്തം നാട്ടിൽ തന്നെ കനത്ത തിരിച്ചടി. ട്രംപ് നടപ്പിലാക്കിയ വിവാദപരമായ ഇറക്കുമതി തീരുവ അഥവാ ഇമ്പോർട്ട് ടാരിഫ് നിയമവിരുദ്ധമാണെന്ന് അമേരിക്കൻ സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നു. അമേരിക്കയുടെ ആ സാമ്പത്തിക നയം ട്രംപിന് തന്നെ വലിയൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയെപ്പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇത് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. എന്താണ് ഈ സംഭവം? എന്തുകൊണ്ട് അമേരിക്കൻ സർക്കാർ 15 ലക്ഷം കോടി രൂപ തിരികെ നൽകേണ്ടി വരുന്നു? നമുക്ക് പരിശോധിക്കാം. എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ വർഷം കോൺഗ്രസിന്റെ പിന്തുണയൊന്നുമില്ലാതെ അടിയന്തര അധികാരം ഉപയോഗിച്ചാണ് ട്രംപ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഭീമമായ നികുതി ചുമത്തിയത്. ഇതിലൂടെ വരും വർഷങ്ങളിൽ വൻതുക സമാഹരിക്കാമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ ഈ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് അമേരിക്കൻ സുപ്രീം കോടതി ഈ തീരുമാനം അസാധുവാക്കി. ഇതോടെ പിരിച്ചെടുത്ത ഈ പണം മുഴുവൻ തിരികെ നൽകാൻ സർക്കാർ നിർബന്ധിതമായിരിക്കുകയാണ്. ഏകദേശം $166 ബില്യൺ അഥവാ 15.5 ലക്ഷം കോടി രൂപയോളമാണ് ട്രംപ് ഭരണകൂടം തിരികെ നൽകേണ്ടി വരുന്നത്. ഇന്ത്യക്ക് എന്ത് നേട്ടം? ഇവിടെയാണ് ഇന്ത്യക്കൊരു പ്രതീക്ഷ വരുന്നത്. തിരിച്ചു കൊടുക്കേണ്ട ഈ തുകയിൽ ഏകദേശം 100 മുതൽ 120 കോടി വരെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. പ്രധാനമായും ടെക്സ്റ്റൈൽസ്, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയ്ക്കാണ് ഈ നികുതി ബാധകമായിരുന്നത്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം: ഈ പണം നേരിട്ട് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് കിട്ടില്ല. അമേരിക്കൻ ഇറക്കുമതിക്കാർക്കാണ് പണം ലഭിക്കുക. എങ്കിലും ഇന്ത്യൻ കമ്പനികൾക്ക് തങ്ങളുടെ അമേരിക്കൻ ക്ലയന്റുകളുമായി സംസാരിച്ച് ഈ തുകയുടെ ഒരു വിഹിതം തിരികെ ലഭിക്കാൻ നയതന്ത്രപരമായി നീങ്ങാവുന്നതാണ്. അതൊരു വലിയ സാമ്പത്തിക ഉത്തേജനമായിരിക്കും. അമേരിക്കയുടെ പ്രതിസന്ധി. ഇതിനിടയിലാണ് അമേരിക്കയുടെ സാമ്പത്തിക നില കൂടുതൽ വഷളാകുന്നത്. അവരുടെ ദേശീയ കടം ഇതിനകം $39 ട്രില്യൺ കടന്നിരിക്കുന്നു. ഈ ഭീമമായ തുക തിരികെ കൊടുക്കുന്നതോടൊപ്പം തന്നെ യുദ്ധങ്ങൾക്കായി പണം ചിലവാക്കാനും ട്രംപ് നിർബന്ധിതനാണ്. ഇറാനുമായുള്ള സംഘർഷം കാരണം പ്രതിരോധ മേഖലയിൽ മാത്രം 2026 ചിലവാക്കുന്നത് $1 ട്രില്യൺ ആണ്. അടുത്ത വർഷം ഇത് $1.5 ട്രില്യൺ ആക്കി ഉയർത്താനാണ് തീരുമാനം. കടം കയറി മുടിഞ്ഞ ഒരു രാജ്യത്ത് കോടതി വിധി കൂടി വന്നതോടെ ട്രംപ് ഭരണകൂടം ശരിക്കും വെട്ടിലായിരിക്കുകയാണ്. ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾ അമേരിക്കയെ കൂടുതൽ കടക്കെണിയിലേക്കാണ് തള്ളിയിടുന്നത്. നികുതി പിരിച്ചും യുദ്ധം ചെയ്തും സമ്പദ്വ്യവസ്ഥയെ രക്ഷിക്കാൻ നോക്കിയ പ്രസിഡന്റിന് ഇപ്പോൾ സ്വന്തം കോടതിയിൽ നിന്ന് തന്നെ കനത്ത പ്രഹരം ലഭിച്ചിരിക്കുന്നു. അമേരിക്കൻ ഇറക്കുമതിക്കാർ ഈ പണം തിരികെ വാങ്ങുമ്പോൾ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് അതിൽ നിന്നൊരു വിഹിതം കിട്ടുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഈ കോടതി വിധി ഇന്ത്യയുടെ വ്യാപാര മേഖലയെ എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഇത്തരം സാമ്പത്തിക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.